അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്ത്. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി എല്ലാവർക്കും അക്കാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മുടെ കയ്യിലെ മൊബൈൽ ഫോണിന് ചാർജ് കുറഞ്ഞാൽ സ്ക്രീനിൽ ചുവന്ന നിറത്തിൽ മുന്നറിയിപ്പ് തെളിയും. ഉടൻ തന്നെ നാം ചാർജ് തേടും. കാരണം അത് നിലച്ചു പോയാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ അതിലധികം അത്ഭുതകരമായത് നമ്മുടെ ശരീരം തന്നെയല്ലേ. ക്ഷീണം, വേദന, പനി, വിശപ്പില്ലായ്മ എല്ലാം ശരീരം നമ്മോട് പറയുന്ന മുന്നറിയിപ്പ് സന്ദേശങ്ങളാണ്. എനിക്ക് വിശ്രമം വേണം എന്നൊരു അപേക്ഷ. പക്ഷേ നാം എന്താണ് ചെയ്യുന്നത്? ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു ഗുളിക, പിന്നെ വീണ്ടും അതേ ഓട്ടം. അങ്ങനെ നമ്മുടെ ശരീരത്തോട് നമ്മൾ തന്നെ അന്യായം ചെയ്യുന്നു. ഒരു കഥ കേൾക്കൂ. ഒരു ഗ്രാമത്തിൽ പ്രശസ്തനായ ഒരു ശില്പി ഉണ്ടായിരുന്നു. ഒരു ദിവസം വലിയ പാറയിൽ മനോഹര രൂപം കൊത്തിക്കൊണ്ടിരിക്കെ അയാളുടെ ഉളിക്ക് ചെറിയ കേടുപാടുകൾ വന്നു. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഉളിക്ക് മൂർച്ച കൂട്ടാമായിരുന്നു. പക്ഷേ അയാൾ വിചാരിച്ചു, ഇന്നൊരു ദിവസം കൂടി കഴിയട്ടെ. അയാൾ മങ്ങിയ ഉളി വെച്ച് കൊത്താൻ തുടങ്ങി. ഫലം കൂടുതൽ അധ്വാനവുമായി ശില്പത്തിന് ഭംഗി നഷ്ടപ്പെടുകയും ചെയ്തു. അവസാനം ഉളിയും ഒടിഞ്ഞുപോയി. സുഹൃത്തുക്കളെ, നമ്മുടെ ശരീരവും അതുപോലെയാണ്. തുടർച്ചയായ അധ്വാനത്തിന് ശേഷം അതിന് വേണ്ടത് വിശ്രമമാണ്. അത് കിട്ടിയില്ലെങ്കിൽ രോഗങ്ങൾ പിടിപെടുകയും ജീവൻ തന്നെ മങ്ങിപ്പോവുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് അമ്മമാരെയും ഭാര്യമാരെയും സഹോദരിമാരെയുമാണ്. വീട്ടിലെ വിളക്കായ അവർ എനിക്ക് വിശ്രമിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് സ്വന്തം വേദനകളെ മറന്ന് ജോലി ചെയ്യുന്നു. ഒരു ദിവസം വിശ്രമിച്ചാൽ മാറാവുന്ന ചെറിയ അസുഖം ആഴ്ചകളോളം നീളുന്ന വലിയ രോഗമായി അവർ തന്നെ മാറ്റുന്നു. വിശ്രമം ഒരിക്കലും ബലഹീനതയല്ല. അത് ശരീരത്തിനും മനസ്സിനും സ്വയം നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. അതിനാൽ സുഹൃത്തുക്കളെ, സ്വയം സ്നേഹിക്കൂ. ശരീരത്തോട് കരുതലോടെ പെരുമാറൂ. വിശ്രമം കൊടുക്കൂ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങളെ ആരോഗ്യത്തോടെ കൂടുതൽ കാലം അനുഭവിക്കാനാകട്ടെ.